ബാബുവേട്ടന്റെ അനിയൻ രാഘവൻ അവനൊരു കമ്പനി കൊടുക്കണം. 3-4 ദിവസത്തേക്ക് ട്രിപ്പൊന്നും വേണ്ട. ചേട്ടൻ അന്ന് ബ്ലഡ് തന്നില്ലേ? ഓ ചേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. ഭയങ്കര ശക്തിയായി പോയല്ലോ. നമുക്ക് പഞ്ചാബ് പിടിക്കാം. തണുപ്പ് വീണ് തുടങ്ങി. വാ നമുക്ക് പോവാം. എന്നാലും രോഗം മാറിയവര് എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ. നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് വിചാരിച്ചു. അതൊരു വല്ലാത്ത സാഡിസം തന്നെ. ആ രാഘവനെ പരിചയപ്പെട്ടു. മിടുക്കൻ, ഭയങ്കരൻ, ശരിയായ ഹീറോ. നീ രാഘവനെ കണ്ടോ? ഇല്ല, കാണേണ്ട കാര്യമില്ല. ഒരുപാട് കേട്ടു. ഇപ്പൊ ഇതും കണ്ടു. ഒരാളെ അസസ് ചെയ്യാൻ ഇതൊക്കെ പോരെ? ആ ചേട്ടാ, അവനെന്ത് കൊടുത്തു? ആർക്ക്? രാഘവന്. ഒന്നും കൊടുത്തില്ല. ആ അതെന്ത് ബോറാ? എന്തെങ്കിലും കൊടുക്കണ്ടേ കാര്യമായിട്ട്? ആ വേണം, കൊടുക്കേണ്ടതാണ്, കൊടുക്കണം. എങ്ങനെ റിക്കവറി? ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിരിക്കുമെന്നോ താങ്ങി പിടിച്ചാൽ മെല്ലെ നടക്കുമെന്നോ അതിനപ്പുറം ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് മിറക്കിൾ. അന്ന് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അല്ലേ? അതെ. നൗ ഹി ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പക്ഷേ എന്തോ ഒരു കുഴപ്പം, ഒരു മൂഡ് ഔട്ട്. വഴക്കിട്ടു അല്ലേ? ഏയ് ഇല്ല, തോന്നിയതായിരിക്കും. ചേട്ടനെ വിളിക്കും, ഊണ് കഴിക്കാം. എന്റെ പൊന്ന സഹോദര, ഭയങ്കര വിശപ്പ്. കഴിക്കാമാ? എനിക്കിപ്പോ വേണ്ട, നല്ല വിശപ്പില്ല. നീ വയ്ക്കോ. ഒരു ആപ്പിറ്റൈസർ വണ്ടിയിൽ ബോട്ടിൽ ഇരിപ്പുണ്ട്, എടുക്കട്ടെ? വേണ്ട, നീ കഴിച്ചോ. ആ എങ്കിൽ എനിക്കും വേണ്ട. അൺക്യാപ്ചേർഡ് ക്രിമിനൽസ്. അപ്പൊ സംഭവം ഔദ്യോഗിക തലം വരെ എത്തി. ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യട്ടെ. എന്റെ കാര്യം ആരെതിർത്താലും ഞാൻ കുപ്പിയെടുക്കും. അജയൻ കൊലപാതകം 1. മോശം. കൃഷ്ണൻ വൈദ്യർ, ഖാദർ, ഗോപാലൻ, ഭാര്യ, 3 കുട്ടികൾ, അമ്മായിയപ്പൻ. ഇവനാള് കൊള്ളാമല്ലോ.